പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എടത്തലയിലാണ്. ആലുവയ്ക്കും കളമശ്ശേരിക്കും മിഡിലായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്. മാത്രമല്ല ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും രാജഗിരി ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ എയർപോർട്ടിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. 5 മീറ്റർ വൈഡ് റോഡ് ഇതിന് കൊടുത്തിട്ടുണ്ട്, അതും ടൈല് വിരിച്ചിട്ടുണ്ട്. 5 സെൻറ്റ് ഭൂമിയിൽ 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന 4+ സ്റ്റഡിയാണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഈ വില്ല വരുന്നത് റോഡിൻ്റെ ഡെഡ് എൻഡാണ്. ഈ ഡെഡ് എൻഡിൽ വേണമെങ്കിൽ ഒരു പോർച്ചും കൂടി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഈ സൈഡിലുള്ള വീട്ടുകാരനും ഈ സൈഡിലുള്ള വീട്ടുകാരനും യൂസ് ചെയ്യാവുന്ന രീതിയിൽ 2 വാഹനങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും തന്നെയാണ് വന്നുള്ളത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം ഒറിജിനൽ സ്റ്റോൺ വർക്ക് തന്നെ വരുന്നുണ്ട്. പവർ പോയിൻ്റ് വശങ്ങളിലായിട്ട് വാട്ടർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തുള്ളത്. KW വാട്ടർ കണക്ഷൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. അതായത് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഫ്രണ്ട് ഭാഗം വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം 3 വാഹനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മുടെ കോമ്പൗണ്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുവശങ്ങളിൽ നടക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റ് ആണ്. ഗ്രിപ്പുള്ള ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് ബ്ലാക്ക് കളറ്. വശങ്ങളിൽ ടീക്ക് വുഡ് പാനലിങ് വരുന്നുണ്ട്. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് ടീക്കിലാണ്. അതായത് 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. ഹാൻഡിൽ കൊടുത്തിരിക്കുന്നതും വുഡിൽ തന്നെയാണ്. അപ്പോൾ നല്ല മരത്തിൽ തീർത്ത ഡോറ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്. അകത്തേക്ക് വരാം. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഷൂ റാക്ക് ആക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ടൊരു മെറ്റലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും. നേരെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ്. വലിയൊരു കോർണർ സെറ്റിയോ അല്ലെങ്കിൽ സോഫ സെറ്റിയോ ഇടാനുള്ള സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ റാഡുകളാണ് ഇതിന് അഴികളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ധാരാളം സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിൽ വിൻഡോസുകൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ടൈലിൻ്റെ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാറ്റ് ഗ്രേ കളറ് കാർവിൻ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും വരുന്നുണ്ട്. മനോഹരമായിട്ടൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു TV യൂണിറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഡൈനിങ് സ്പേസിൻ്റെ എൻട്രൻസ് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ വെച്ച് കുറച്ചും കൂടി ഭംഗിയാക്കാവുന്നതാണ്. നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇപ്പം ഇത് വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡ് ആയതുകൊണ്ട് തന്നെ 4 പാളി വലിയ ജനലാണ് വന്നുള്ളത്. അതും പാനൽ ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും വരുന്നുണ്ട്. ഈ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റഡ് ആണ്. അതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഷാൻലിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡൈനിങ് ഏരിയ അലങ്കരിച്ചിട്ടുള്ളത്. മാത്രമല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതായത് സ്റ്റെയറിന് അടിയിലായിട്ടാണ് ഇൻവെർട്ടറിനൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇൻവെർട്ടർ സ്പേസും കിട്ടിയിട്ടുണ്ട്. കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്. നാനോ വൈറ്റ് ഗ്രാനൈറ്റിലാണ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ട് തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത്. നേരെ കിച്ചണിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് കിച്ചൺ വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. ഒരേൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. അതും നാനോ വൈറ്റ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ജാഗ് വരുന്നുണ്ട്. മിക്സറാണ് വന്നുള്ളത്. സ്റ്റോറേജ് സ്പേസ് എല്ലാം ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. കൈയെത്തുന്ന ദൂരത്ത് എല്ലാത്തിനും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഡിസൈനും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ ഡിസൈൻസും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വന്നുള്ളത്. അപ്പം ഇവിടെയായിട്ടും നമുക്ക് സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്.
വലിയൊരു ഫ്രിഡ്ജ് ഹോൾഡ് ചെയ്യാനായിട്ട് ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. പവർ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. GMൻ്റെ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. വയറ് വരുന്നത് വി ഗാർഡിൻ്റെയാണ്. ഔട്ട് സൈഡ്, അതായത് പടിഞ്ഞാറോട്ട് ഇറങ്ങാവുന്ന രീതിയിൽ നമുക്ക് ഡോറ് വന്നിട്ടുണ്ട്. അവിടെയായിട്ട് സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൂടിയാണ്. ഇനി നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിലായിട്ടാണ് വലിയൊരു കൗണ്ടർ വാഷ് ബേസും വന്നുള്ളത്. നല്ലൊരു ജാഗൂർ എന്നൊരു കമ്പനിയുടെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പില്ലർ കോക്ക് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ്, നല്ല ഭംഗിയാണ്. പിന്നെ മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് വന്നുള്ളത്. വലിയൊരു മിററും കൂടി ഇനി വരാനുണ്ട്. ടവൽ റൗണ്ടും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെയും ഭംഗിയായിട്ടാണ് ഫാസ്റ്റ് സീലിംഗ് വർക്കും കൊടുത്തിട്ടുള്ളത്. നേരെ ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളത്. ഇവിടെയായിട്ടാണ് സൗത്ത് സൈഡ് 3 പാളി ജനൽ. ഇത് വെസ്റ്റ് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. 14 അടിയോളം നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കബോർഡിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു കളർ ഡിഫറൻസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെയായിട്ടൊരു മിറർ, വലിയൊരു മിറർ വരാനുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂം വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡ്രൈ ഏരിയ ആണ്. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മിറർ, ലൈറ്റ്, പവർ പോയിന്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്രഷ് ടാങ്കാണ്. ഇനി വെറ്റ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. റെയിൻ ഷവറിൻ്റെ ഡിസൈനും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. മാത്രമല്ല സീലിംഗിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്. കളർ പാറ്റേൺ വന്നിരിക്കുന്നതൊരു ഗ്രീൻ കളർ പാറ്റേൺ ആണുള്ളത്. താഴെ മാറ്റ്, ഭിത്തി മാറ്റ് തന്നെയാണ്. ഫുൾ ലെങ്ത് ടൈൽ ഒട്ടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഫൈബർ ഡോർ തന്നെയാണ് എന്നുള്ളത്. അപ്പം നല്ല ലക്ഷറീസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു. ഇതും 14 അടി നീളം, 11 അടി വീതിയാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ടാണ് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുള്ളത്. ഭംഗിയുള്ളൊരു വാർഡ്രോബ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. അതും ജാഗൂർ തന്നെയാണ്. റെയിൻ ഷവറിൻ്റെ ഹൈറ്റ്, നല്ലൊരു ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സീലിംഗിൽ നിന്നാണ് എക്സോസ്റ്റും ലൈറ്റും കൊടുത്തിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഭംഗിയായിട്ടാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. അപ്പോൾ താഴെ 2 വലിയ ബെഡ്റൂമുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അപ്സ്റ്റെയറിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റിലാണ്. ഹാൻഡിൽ വരുന്നത് ടീക്ക് വുഡാണ് വിത്ത് ടഫ് ആൻഡ് ഗ്ലാസും കൂടിയാണ്. നേരെ കയറാം. ഇത് നോർത്ത് സൈഡാണ്. പെർഗോളാസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ LED ലൈറ്റുകൾ വരാനുണ്ട്. ഒരു കോറിഡോർ പോലെയാണ് അപ്പർ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ ഇവിടെ ഇടാവുന്നതാണ്. പിന്നെ ഭംഗിയായിട്ടാണ് ഡബിൾ ഹൈറ്റ് ഫാസ്റ്റ് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകളും ഷാൻഡലിയർ ലൈറ്റൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്നൊരു നല്ലൊരു വ്യൂ നമുക്ക് ഡൈനിങ്ങിലേക്കുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. താഴെയുള്ള അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ്. ഏകദേശം 14 അടി നീളം, 11 അടി വീതിയും വന്നിട്ടുണ്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്ക് LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേണിലുള്ള കബോർഡ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ, സ്റ്റോറേജ് സ്പേസോട് കൂടി ഇത് കിട്ടിയിട്ടുണ്ട്. മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. ഷവർ കോപ്പ്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, സീലിംഗിൽ എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല സീലിംഗിൽ തന്നെയാണ് ലൈറ്റ് വന്നുള്ളത്. നല്ല പാറ്റേണിലുള്ള ഒരു മാറ്റ് ടൈലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മൾ താഴെ വന്നിരിക്കുന്ന സെയിം സൈസിലുള്ള ബെഡ്റൂമിൽ തന്നെയാണ് മേലെയും വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഇവിടെ കബോർഡ് ഒരുക്കിയിരിക്കുകയാണ്. സെയിം കളർ പാറ്റേൺ തന്നെയാണ്. ഇനി ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ്, സീലിംഗ് ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റഡി റൂമിലേക്ക് പോവാം. സ്റ്റഡി റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പ്രെയർ റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റൂമും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം.
നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ്. മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വാട്ടർ പോയിൻറ്റ്, പവർ പോയിൻറ്റ്, വേസ്റ്റ് ലൈനൊക്കെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ വയ്ക്കാം. അലക്കി വിരിച്ചിട്ട് തന്നെ ഇത് തന്നെ ധാരാളമാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ് വന്നിട്ടുള്ളത്. കവേർഡ് ബാൽക്കണി വിത്ത് ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കവേർഡ് ബാൽക്കണിയാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ്, ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന സ്റ്റോൺ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഓപ്പൺ ബാൽക്കണിയിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ ബാൽക്കണിയാണ്. ധാരാളം ചെടികൾ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ടൈല് വിരിച്ചിട്ടുണ്ട്, ഒരു മാറ്റ് ടൈല് 2x2 ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്ക് നല്ല ധാരാളം ചെടികൾ വയ്ക്കാവുന്നതാണ്. ഇവിടെ മാത്രമല്ല പാരപ്പറ്റിൽ ഉടനീളം ചെടികൾ വയ്ക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട്, അതും കളമശ്ശേരിക്ക് വളരെ അടുത്തായിട്ട് നല്ലൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്ത് വരുന്ന മനോഹരമായിട്ടുള്ള വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു ലിവിങ്ങും ഡൈനിങ്ങും ബെഡ്റൂമുമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ട് ഇൻറ്റീരിയലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,05,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് എടുക്കാനും ഇത് കാണുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.